നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള IRCTC മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ട്രെയിൻ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ IRCTC ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്നത്, അതിനുശേഷം എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായും അത് കണ്ടതിന് ശേഷം, അതുപോലെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. കാരണം അങ്ങനെ ആ വീഡിയോ കണ്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നേരെ വീഡിയോ കാണാം. നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള IRCTC മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇവിടെ ഏറ്റവും ലാസ്റ്റ് OK ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് കോവിഡിൻ്റെ അലർട്ടാണ്. ഇന്റർഫേസോടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഇവിടെ ഏറ്റവും മുകളിൽ ലോഗിൻ എന്ന് ഒരു ബട്ടൺ കാണാം, ഒരു എഴുതിയിരിക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നമ്മുടെ പിൻ നമ്പർ അടിച്ചു കൊടുക്കുക, അതായത് 4 അക്ക പിൻ നമ്പർ. ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക, എങ്ങനെയാണ് പിൻ നമ്പർ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടെ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡ് നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ലോഗിൻ ID ഉപയോഗിച്ച് നമ്മൾ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, മുകളിൽ നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ാണോ പുറപ്പെടേണ്ടത് ആ സ്റ്റേഷൻ്റെ പേര് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ കോഡ് കിട്ടും. ഞാനിവിടെ കോഴിക്കോട് ടൈപ്പ് ചെയ്തപ്പോൾ CLT. അതിനുശേഷം നമുക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത് ആ സ്ഥലം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ട്രിവാൻഡ്രം TVC ആണ് അതിൻ്റെ കോഡ്, കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ ഡേറ്റ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് ദിവസമാണോ യാത്ര ചെയ്യേണ്ടത് ആ ഡേറ്റ് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം OK ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിന് താഴെയുള്ള സെർച്ച് ഓപ്ഷനിൽ സെർച്ച് ട്രെയിൻ എന്ന് പറയുന്ന റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റിന് ഏതൊക്കെ ട്രെയിനാണ് നമ്മൾ പുറപ്പെടേണ്ട സ്ഥലത്ത് നിന്നും എത്തിച്ചേരേണ്ട സ്ഥലത്ത് ഉള്ളത് ആ ട്രെയിനുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. കോവിഡിൻ്റെ പ്രശ്നങ്ങളുള്ളതിനാൽ വളരെ കുറച്ച് ട്രെയിനുകൾ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. അത് നമുക്കറിയാവുന്നതാണ്. ഈ ട്രെയിനുകളെല്ലാം കാണാൻ സാധിക്കും. നമുക്ക് അതിൽ ഏത് ട്രെയിനിലാണോ പോകേണ്ടത്, ഏത് സമയത്താണോ പോകേണ്ടത് നമുക്കതവിടെ വളരെ വിശദമായി കാണാം. അതിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ടിക്കറ്റ് കാണിക്കും, അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ദിവസം ടിക്കറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസത്തെയൊക്കെ ടിക്കറ്റ് അവൈലബിലിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും. എനിക്കിവിടെ 19-ാം തീയതി സെലക്ട് ചെയ്തു, അതിൽ ടിക്കറ്റ് ഉണ്ട്, അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ബുക്ക് നൗ ഏറ്റവും താഴെ ഒരു റെഡ് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം I agree എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻഫോ എന്ന് പറയുന്ന ഒരു OK കൊടുക്കുക. വീണ്ടും നമ്മുടെ, അതായത് ആരാണ് യാത്ര ചെയ്യേണ്ടത് അയാളുടെ പേര്, വിവരങ്ങൾ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പൂർണ്ണമായ പേരവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അയാളുടെ വയസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ ID കാർഡോ ആധാർ കാർഡോ ആയിട്ടോ കറക്റ്റ് ആയിരിക്കണം, മാച്ച് ആയിരിക്കണം. നമുക്ക് TTR ടിക്കറ്റ് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം സീറ്റ് പ്രിഫറൻസ് നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ, അതായത് യാത്ര ചെയ്യുന്ന ആളുടെ മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ടിക്കറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനും 2 മണിക്കൂർ മുന്നേ തന്നെ ആ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. അതായത് ടിക്കറ്റിൻ്റെ നമ്പർ എല്ലാം അലർട്ട്, അതായത് നമുക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതർ പെർഫോമൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന കോച്ച് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് ആ കോച്ചിൽ ഒഴിവുണ്ടെങ്കിൽ അത് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ കറക്റ്റ് അഡ്രസ്സ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ശരിയായ അഡ്രസ്സായിരിക്കണം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ ഓരോ ലൈനിലും ഓരോ, അതായത് നമ്മുടെ വീട്ടുപേര്, അതിനുശേഷം സ്ട്രീറ്റ് അഡ്രസ്സ്, അതിനുശേഷം നമ്മുടെ പോസ്റ്റ് ഓഫീസ്, പിൻ നമ്പർ, എല്ലാ കാര്യങ്ങളും നമ്മളവിടെ വളരെ സത്യസന്ധമായിട്ട് ക്ലിയറായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പിൻ നമ്പരും ടൈപ്പ് ചെയ്യുക. അതിന് തൊട്ട് താഴെ നമുക്ക് പേയ്മെൻറ്റ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം.
അവിടെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. നമുക്ക് നെറ്റ് ബാങ്കിങ് വഴിയും ചെയ്യാം, പേടിഎം UPI ട്രാൻസാക്ഷൻ വഴിയും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിലേതെങ്കിലും ഒരു മോഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം റിവ്യൂ ജേണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കത് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാം. എന്നിട്ട് നോക്കാം നമ്മുടെ ഡേറ്റ എല്ലാം കറക്റ്റാണ്, നമ്മുടെ പേര്, വയസ്സ് എല്ലാം കറക്റ്റാണ്, മൊബൈൽ നമ്പർ, മെയിൽ ID എല്ലാം കറക്റ്റാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ക്യാപ്ച കോഡുണ്ട്. അതായത് നമ്മളിത് ഒരു യാന്ത്രികമല്ല, ഒരു മനുഷ്യൻ യഥാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും യാത്ര ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ക്യാപ്ച കോഡ് നമ്മൾ അതേപോലെ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ടു പേ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം ഇവിടെ ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ എസ് കൊടുക്കുക. ഇടത് സൈഡ് 202 രൂപ .29 എന്നിവിടെ ഉണ്ട്. അതിനുശേഷം നമുക്കവിടെ ഏതെങ്കിലും ഒരു UPI ID സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഹിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പേടിഎം ആപ്ലിക്കേഷൻ റീഡയറക്റ്റ് ചെയ്ത് നമുക്ക് പേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ BIM UPI എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഫോൺ പേയുടെയോ ഗൂഗിൾ പേയുടെയോ മറ്റ് ആമസോണിൻ്റെ ഏത് UPI ID വേണമെങ്കിലും നമുക്കവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഫോൺ പേയുടെ UPI ID ആണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം പേ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരെ നമ്മുടെ ഫോണിലുള്ള തന്നെ ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. അതിൽ നേരെ റീഡയറക്റ്റ് ആവുന്നതാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് പേ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. നമുക്ക് ഫോൺ പേ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അറിയാം, ഫോൺ പേ ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ പേ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മറ്റൊരു വീഡിയോ ഉണ്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ ഫോൺ പേ രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ പേയോ ഏതെങ്കിലും ചെയ്താൽ മതിയാവും. അതിനുശേഷം നമുക്കവിടെ UPI പിൻ അടിച്ചു കൊടുക്കുമ്പോൾ ഫോൺ പേ വഴി പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കവിടെ ഡൺ എന്ന് പറഞ്ഞ് കാണാം, പേയ്മെൻറ്റ് സക്സസ്ഫുൾ കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫോൺ പേയിൽ നിന്ന് നേരെ കട്ട് ചെയ്ത് നമ്മുടെ IRCTCയുടെ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് വീണ്ടും വരാം. അവിടെ വരുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ടിക്കറ്റ് ബുക്ക് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. നമുക്കവിടെ ഒരു QR കോഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റ് നേരത്തെ റിവ്യൂ ചെയ്ത് നോക്കിയപ്പോൾ കണ്ട അതേപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ട്രെയിൻ നമ്പർ കാണാം, ട്രെയിനിൻ്റെ കോച്ച് നമ്പർ കാണാം, സീറ്റ് നമ്പർ കാണാം, വളരെ വിശദമായി തന്നെ കാണാം. ഈ QR കോഡ് പുതിയൊരു ഓപ്ഷനാണ്. അത് ഇതുവരെ കേരളത്തിലൊന്നും അവൈലബിൾ ആയിട്ടില്ല, ഉടൻ തന്നെ വരുന്നതാണ്. അതായത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് അകത്ത് പ്രവേശിക്കാനുള്ളത് ഉടൻ തന്നെ അതും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നമുക്കവിടെ വളരെ വിശദമായി തന്നെ കാണാം. ബർത്ത് നമ്മൾ സെലക്ട് ചെയ്തത് നമ്മൾ ഒരു പ്രിഫറൻസും കൊടുത്തിട്ടില്ല, വിൻഡോ സൈഡോ അങ്ങനെയൊന്നും, അതൊക്കെ കാണാം. കോച്ച് നമ്പർ കാണാം, നമ്മൾ പേ ചെയ്ത കാണാം, നമുക്ക് എവിടെ നിന്ന് ഏതുവരെയാണ് പോകേണ്ടത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുണ്ട്. PNR സ്റ്റാറ്റസ് കാണാം. നമുക്കത് വെച്ചിട്ട് നമുക്ക് പിന്നീട് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ടിക്കറ്റിനെ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയാണ് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതെങ്കിൽ അയാൾക്ക് വാട്സപ്പോ ഏതോ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ വാട്സപ്പിലേക്ക് ഈ ടിക്കറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അതായത് മറ്റൊരാൾക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണെങ്കിൽ അയാൾക്ക് ആ ടിക്കറ്റ് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വളരെ ഈസിയായി നമുക്ക് സ്വന്തമായി തന്നെ IRCTCയുടെ ആപ്ലിക്കേഷൻ വഴി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ IRCTC ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. അതിനുശേഷം ഇതേപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഈ അറിവ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.